പ്രിയപ്പെട്ട STVയുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ അതിഥിയിൽ പങ്കെടുക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ദേശത്തെ ശ്രീ ഐശ്വര്യ സുരേഷ് ആണ്. ജ്യോതി ബസു എന്ന യഥാർത്ഥ നാമത്തിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തകനായി ഐശ്വര്യ സുരേഷ് പാർലിക്കാട് എന്ന നാമത്തിലൂടെ നാടിനപ്പുറം പ്രശസ്തി നേടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ സുരേഷ്. അദ്ദേഹത്തിന്റെ പാർലിക്കാട്ടെ കണ്ടംപള്ളി തറവാടിന്റെ പൂമുഖത്തിരുന്നാണ് ഈ അതിഥി സംസാരം. എല്ലാ പ്രേക്ഷകർക്കും സുരേഷേട്ടന്റെ ഹൃദയം തുറന്ന ഹൃദ്യമായ ജീവകാരുണ്യത്തിന്റെ നന്മയുടെ സംസാരത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സുരേഷേട്ടൻ, ഞങ്ങൾ ഇന്നത്തെ STVയുടെ പ്രത്യേക അതിഥിയായി പങ്കെടുക്കുന്നത് പാർലിക്കാട് ഗ്രാമത്തിൽ നിന്ന് ഐശ്വര്യ സുരേഷ് എന്നൊരു നാമധേയത്തിൽ ശ്രദ്ധേയനായ, യഥാർത്ഥ നാമം ജ്യോതി ബസു, പക്ഷേ ഐശ്വര്യ സുരേഷ് എന്നൊരു പേരിലാണ് നമ്മൾ എല്ലാ ഐശ്വര്യവും നമുക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സുരേഷേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വന്തം പേര് ഐശ്വര്യ സുരേഷ് പാർലിക്കാട് എന്നാണ്. ഈശ്വരനിലും നന്മയിലും കാരുണ്യത്തിലും ഭക്തിയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് എനിക്ക് കൂടിയിരിക്കുന്ന ശ്രീ ഐശ്വര്യ സുരേഷ് പാർലിക്കാട്. STVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സുരേഷേട്ടനെ പരിചയപ്പെടുത്തുന്നതിൽ, ഈ അതിഥിയിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. കാരണം ഒരുപാട് നന്മകളുടെ അധ്യായങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകാനുള്ളത്. സുരേഷേട്ടൻ ചെയ്തതായിട്ട് കുറേയേറെ നന്മകളുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സംഭാഷണത്തിലൂടെ പറഞ്ഞു തീരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമുക്കൊന്ന് സുരേഷേട്ടൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ ഒരു സംഭാഷണം നമുക്ക് ഉപകരിക്കും. അപ്പോൾ സുരേഷേട്ടൻ, എനിക്ക് അറിയേണ്ടത്, പാർലിക്കാട് വടക്കാഞ്ചേരി പേട്ടയിലെ ഒരു ടാക്സി ഡ്രൈവറായിരുന്ന സുരേഷ് ഒരു റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ യാത്രക്കാരെ കാത്തു കിടന്ന ഒരു ഓട്ടോ ഡ്രൈവർ, അവിടെ നിന്ന് ഒരു ജീവിതം പറയാണ്ട്, ഏതാണ്ട് അതല്ല അതിന് മുന്നേ പറയാണ്ട്, എങ്കിലും ഇവിടെ നിന്ന് എനിക്കൊരു കഥ കേൾക്കാണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എന്തായിരുന്നു ആ ഒരു കാലം? ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആവണം. കാരണം എൻ്റെ അച്ഛൻ ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിയുറച്ചിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ആദർശങ്ങൾ പണയം വെച്ചിട്ടുള്ള എന്തൊരു കാര്യം ആള് ചെയ്യില്ല. അങ്ങനെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ്റെ പേര് എല്ലാവർക്കും പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുവിധമുള്ള എല്ലാ നേതാക്കന്മാർക്കും സുപരിചിതനായിട്ടുള്ളൊരു ആളായിരുന്നു അച്ഛൻ. സഖാവ് കണ്ടംപള്ളി വിശ്വംഭരൻ എന്ന് പറഞ്ഞ ആ നാമധേയത്തിലാണ് അച്ഛനെ അറിയുക. ഞങ്ങളുടെ ചെറിയൊരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൽ അമ്മ, 3 പെങ്ങന്മാർ, 4ാമത്തെ ആളായിട്ട് ജനിച്ച ആളാണ്. അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇതും പിന്നെ അതിൽ നിന്നിട്ട് ഒന്നും പ്രതീക്ഷിക്കാണ്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആള് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ വളർത്താൻ പറ്റും, അതിലപ്പുറമുള്ള ഒരു ചിന്താഗതിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം തരാനോ അതിന് മാത്രം പറഞ്ഞു തരാനുള്ള ഒരു അറിവ് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ച ആളാണ്. അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പറ്റാത്തൊരു കാലമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ 4 മണിക്ക് എണീക്കണം. ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, മോട്ടറില്ല, വെള്ളം കോരിക്കൊണ്ടിരണം. അതുപോലെ തന്നെ കുറച്ച് പശുക്കളുണ്ട്, അവറ്റുള്ള പുല്ലരിഞ്ഞു കൊണ്ടിരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവറ്റുള്ള തേച്ച് കഴുകണം. അത് കഴിഞ്ഞാൽ കറന്നിട്ട് അടുത്തുള്ള വീട്ടിലൊക്കെ പാല് കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഏതാണ്ട് 10 മണിക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമാവും. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റാൻ കൊണ്ടായി കൊണന്ന് കെട്ടി അപ്പോഴേക്കും വീട്ടിലേക്കുള്ള വിറക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എടുത്തു വയ്ക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം 10 മണി 11 മണിയാവും. അത് കാരണം എനിക്ക് പഠിപ്പിലത്ര ഒന്നും ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല. അത് കാരണം പഠിപ്പിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായമായ കാരണം പഠിപ്പിനോട് എനിക്ക് അത്രയധികം ഇത് വന്നിട്ടില്ല. അത് ഈ അവസരത്തിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ വിദ്യാർത്ഥികൾ പഠിപ്പിൻ്റെ ഒരു ആവശ്യം എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കുട്ടികൾക്കും വേണ്ടിയിട്ടും ബേസായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ഭാഗം പറഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസമാണ് സുരേഷേട്ടൻ ഒരുപാട് ഷൊർണൂർ ഉൾപ്പെടെ വടക്കാഞ്ചേരി ഉൾപ്പെടെ LP സ്കൂളുകളിൽ മുഴുവൻ കുട്ടികൾക്കും ഓണക്കോടി കൊടുക്കാൻ
എന്നൊരു വാർത്ത വായിച്ചു. അത് 21 വർഷം ഈ ഓണക്കാലത്ത് ചെയ്യുന്ന ഒരു ഉപാസനയാണത്. കുട്ടികളെ സന്തോഷിപ്പിക്കുക, പുതിയ ഓണക്കോടിയുടെ സുഗന്ധം അവർക്ക് സമ്മാനിക്കുക. അത് സുരേഷേട്ടൻ ശരിക്കും നമുക്ക് ഇല്ലാതെ പോയ ഒരു ഓണക്കാലത്തിൻ്റെ ആ ഒരു സ്മരണയ്ക്ക് കുട്ടികളെ ഓർക്കുന്നതാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ 21 വർഷം മുന്നേ തുടങ്ങുമ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇത്രയും വർഷം കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി LP സ്കൂൾ മാത്രമല്ല, 1 തൊട്ട് +2 വരെ പഠിക്കുന്ന സ്കൂളുകളിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ ആ ഏരിയ അങ്ങനെയല്ലാണ്ടും പിന്നെ ഈ സൈഡ് കാസർഗോഡ്, കണ്ണൂര് അല്ലാത്ത ഒരുവിധമുള്ള ഏരിയയിൽ ഈ ഓണക്കോടി വിതരണം നടത്താൻ പറ്റിയിട്ടുണ്ട്. അതിലുപരി ഇതിൻ്റെ PTA-കാരായാലും അതിൻ്റെ സംഘാടകരായാലും വളരെയധികം സപ്പോർട്ട് തരുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരെന്നെ വിളിച്ചറിയിക്കുകയും ഞാനത് ഓണത്തിന് മുന്നേ തന്നെ പരിഹരിക്കും. ആ തുടക്കകാലങ്ങളിലുള്ള കാര്യം അത് പറഞ്ഞേ. ഇപ്പം അത് ഇത്രയും വർഷമായ കാരണം ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ചടങ്ങിനൊരു പ്രാധാന്യം കൂടിയുണ്ട് അല്ലേ? പത്മശ്രീ ബാലൻ പൂസേരി പോലെ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്രാവശ്യത്തെ ഉദ്ഘാടനത്തിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ ആൾക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് അത് ചെയ്യണതിന്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ കളക്ടർ എന്താണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കൂൾ ആദിവാസി സ്കൂളാണ്. അതേപോലെ തന്നെ മറ്റ് വലിയ പ്രമുഖ വ്യക്തികളൊന്നും എത്തിപ്പെടാത്ത സാധാരണക്കാര് പഠിക്കുന്ന സ്കൂൾ. ഇവരെ പോലെയുള്ള ആൾക്കാർ വരികയും അവരുടെ ഇങ്ങനെ എത്താനുള്ള ഒരു പ്രചോദനം മാതാപിതാക്കൾ കേട്ട് പഠിക്കണം. എന്നിട്ട് കുട്ടികൾക്ക് ഒരു പറഞ്ഞു കൊടുത്ത് അവർ നാളെ വളരുമ്പോൾ ആരും കഴിവില്ലാത്ത ഒരാളായിട്ട് ജനിക്കുന്നതായിട്ട് തോന്നില്ല. അവരുടെ സാഹചര്യങ്ങളാണ് അവരെന്നെ കഴിവുള്ളതും കഴിവില്ലാത്തതും മറ്റെല്ലാ രീതിയിലേക്ക് മാറണം. അപ്പം മാക്സിമം കുട്ടികളിൽ നിന്നിട്ട് തുടങ്ങണം നല്ലൊരു കാര്യം. പഠിപ്പിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞ് രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെന്നെ നല്ല രീതിയിൽ വളർത്തണം. ബാലൻ പൂസേരിയെ പറ്റി ഒരു വാക്കുകൂടി നമുക്ക് പറയാം അല്ലെ? കാഴ്ച ഇല്ല, അന്ധത കൊട്ടിയടിച്ചൊരു അദ്ദേഹത്തിന്റെ കാഴ്ച. അത് ആളുടെ എന്നെ വിളിച്ചപ്പോ ഈ സത്രം തുടങ്ങുന്ന സ്വാമിജിയുടെ സത്രം തുടങ്ങുന്ന കാലം തൊട്ടേ ഇവിടെ വന്നിട്ടുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ ആള് പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തുകയും പിന്നെ അത് മാത്രല്ല ഇങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമല്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ശരിയാണെങ്കിൽ എന്ത് പ്രതിസന്ധികളെ മറികടന്ന് നമ്മൾ അവിടെ എത്തുന്നുള്ള ഒരു തീഷ്ണമായിട്ടുള്ള ഒരു മനസ്സിലൊരു ബോധം വളർത്തണം. അതാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് കൊടുക്കണം മെസ്സേജ്. അത് ഒരുവിധമുള്ള കുട്ടികൾക്കൊക്കെ അത് ഉൾക്കൊള്ളുകയും രക്ഷാകർത്താക്കൾക്ക് ഉൾക്കൊള്ളുകയും അവരത് വേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അട്ടപ്പാടിയിൽ തന്നെ നമ്മുടെ സേവനമായിട്ട് കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു ട്രൈബൽ സ്കൂളുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടെ അതെ അല്ലേ, ട്രൈബൽ മേഖലകളിലേക്ക് നമ്മുടെ സേവനം ഈ നന്മ എത്തിക്കുക എന്നുള്ളത് അത് പ്രത്യേക ഒരു പരിഗണന നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണോ? അങ്ങനെ അല്ല, നമ്മൾ കൊടുക്കണ ഡ്രസ്സ് ചിലപ്പോ സാധാരണ ഇത്തിരി ടൗൺ പ്രദേശത്തുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് വലിയൊരു പുതുമയല്ല. പക്ഷെ ഈ ഒരു ഡ്രസ്സ് കിട്ടാത്ത കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ഇപ്പം നമ്മളിപ്പോ ഒരു സ്കൂൾ കൊടുക്കുമ്പോൾ ആ സ്കൂളിൽ ഇപ്പൊ 1500 കുട്ടികളുണ്ടെങ്കിൽ 1500 കുട്ടികൾക്ക് മുഴുവൻ കൊടുക്കുകയാണ്. ചില കുട്ടികൾക്കൊക്കെ അത് മേടിച്ചിടാനുള്ള പ്രാപ്തി ഉണ്ടാവും. ഒരു സ്വന്തമായിട്ട് ഓണക്കോടി കൂലിപ്പണിക്ക് പോണതും അല്ലാണ്ട് ബുദ്ധിമുട്ടണം ഒരു ഓണക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു വാക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടുക്കാൻ ഒരാളുണ്ട്. ആ ഒരു കാഴ്ചപ്പാടും കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ട്രൈബൽ സ്കൂളിൽ അട്ടപ്പാടിയിൽ പോയത് എൻ്റെ മുന്നിലിരിക്കുന്ന ഞാൻ എന്തൊരു കാര്യമായാലും അത് അർഹതയുള്ളവരിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു വ്യക്തി എന്നെ സ്കൂളിൽ കൊടുക്കാം, ഞാൻ ആ സ്കൂളിൽ കൊടുക്കണം എന്നാ പോയത്. അങ്ങനെ അപൂർവം ചില കേസുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് അത് ബോധ്യപ്പെട്ടു. കാരണം കറക്റ്റായിട്ട് അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. മനസ്സൊന്ന് പോകുന്നില്ല അല്ലെ? ആ വഴികളും തീർച്ചയായിട്ടും വിശക്കുന്നവനും തന്നെയാണ് നമ്മൾ ആഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന ഒരു ധർമ്മം ബാക്കിയുണ്ട്. അത് തന്നെയാണ് സുരേഷ് ചേട്ടൻ പാലിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഏതായാലും ഈ ഒരു ഇതിലൂടെ സംസാരിച്ചു പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കേരളം തന്നെ ശ്രദ്ധിച്ച ഒരു നന്മ ഇവിടെ അധ്യായമുണ്ട്. സുരേഷ് ചേട്ടൻ കോവിഡ് കാലത്ത് ഓട്ടവും ഉപജീവനം എല്ലാം മുടങ്ങി ജീവിതം വഴിമുട്ടിയ
കുറേ പേരെ, പ്രത്യേകിച്ചും 600-ൽ പരം ഓട്ടോ ഡ്രൈവർമാർക്ക് പാലക്കാട് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ നമുക്ക് വടക്കാഞ്ചേരി, മുളൂർക്കര, അത് ഷൊർണൂർ വരെ നീണ്ടു. അവർ ഇപ്പോഴും സുരേഷ് ഏട്ടൻ ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഒരു നന്ദിയോടെയുള്ള ഒരു വിളി, സ്നേഹവിളി, അവരുടെ നോട്ടം നമ്മളെ എന്താണ് സുരേഷ് ഏട്ടൻ അതിനെക്കുറിച്ച് എന്താണ് അത് ചെയ്യാനുള്ള ഒരു പ്രേരണ? ഞാനൊരു 20 വർഷം മുന്നേ ഒരു പോസ്റ്റ് ഓഫീസിൽ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ആവർത്തനാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ആ ഏരിയ അറിയാം. 20 വർഷം മുന്നേ ഞാൻ ഓട്ടോ ടാക്സി ഡ്രൈവറായിട്ടിരിക്കുന്ന സമയത്ത് കിട്ടണ മിച്ചം ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസിൽ കുറി ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയപ്പോൾ ഈ കോവിഡ് സമയമായിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഓട്ടോ തൊഴിലാളികളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓട്ടോ ടാക്സി, കാരണം അതിലൂടെ ജീവിച്ച ഒരാളായി കാരണം എനിക്കത് മറ്റൊരാൾ പറയാണ്ട് തന്നെ അതിൻ്റെ എല്ലാ അവസ്ഥയും എനിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളായുള്ള ഭരതൻ, സുനി, പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ള വടക്കാഞ്ചേരി സ്റ്റാൻഡിലുള്ള എൻ്റെ ഒരു ആശയം പങ്കുവച്ചത്. കോവിഡ് സമയമായ കാരണം കൊണ്ട് ഇത് എങ്ങനെ ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യും, ഇത് എങ്ങനെ നടത്താൻ പറ്റും, അതിൻ്റെ ഒരു ആലോചന വന്നപ്പോൾ പിന്നെ ഓരോ കാര്യം പഠിപ്പിച്ച് ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുത്തണ ഒരാളായി മാറ്റിയ വ്യാസതപോവനത്തിലെ സ്വാമിജി പറഞ്ഞ ഓരോ വാക്കുകൾ അതാത് ടൈമിൽ എൻ്റെ മനസ്സിൽ കയറി വരും. അപ്പോഴാണ് ഞാൻ ഒരു പുതിയ ആശയം വെച്ച് ആശ്രമത്തിൽ അരി കൊടുക്കണ മാതിരി തന്നെ ഇവർക്കൊക്കെ ടോക്കൺ കൊടുക്കാം. ഈ ടോക്കണായിട്ട് ചെല്ലണ വണ്ടിക്കാർക്കൊക്കെ പെട്രോൾ പമ്പ് ഡീസൽ അടിച്ച് കിട്ടും. ഡീസൽ അടിക്കാനുള്ള തുക മുന്നേ തന്നെ നമ്മളവിടെ കെട്ടിയേക്കും. ഡീസൽ അടിക്കാനുള്ള ആ കുട്ടി അവിടെ അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഈ കാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 500 രൂപ ഡീസൽ അടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാനതിന് ഉദ്ഘാടകനായിട്ട് ആരും വെച്ചിട്ടുമില്ല, ഉദ്ദേശിച്ചിട്ടുമില്ല. ഞാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും സുരേഷ് ഏട്ടൻ ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന് ഈ അവസരം കൊടുക്കണം, കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും എൻ്റെ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ കാശില്ലാണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ കൊടുത്തതും മറ്റതൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദ്ഘാടക ആളെന്നെ അവിടെ എന്ന് വിചാരിച്ചിട്ട് ബീന എന്നാണ് എൻ്റെ വൈഫിന്റെ പേര്. അപ്പോൾ ആ ഒരു ഇതില് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടകൻ അത് എങ്ങനെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ 10 മണി തൊട്ടിട്ട് 6 മണി വരെ ടൈം വെച്ചു. അതിന്റെ ഉള്ളിൽ ഈ വരണ എല്ലാ വണ്ടികൾക്കും ഡീസൽ അടിച്ചു പോകും. ആദ്യം 500 ആണെങ്കിൽ പോലും രാധാകൃഷ്ണൻ പറഞ്ഞ 600 അല്ല, അതിൽ കൂടുതലായി പോയി. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അടിക്കൽ കഴിഞ്ഞപ്പോ ഞാൻ പല സ്ഥലത്തായിട്ടുള്ള പരിചയമുള്ളപ്പോ നീ വന്നിട്ട് നിങ്ങളുടെ പേട്ടയിൽ അപ്പൊ അവര് ഞങ്ങളും ബുദ്ധിമുട്ടുന്ന ആൾക്കാരല്ല, നീ എന്താ അങ്ങനെ 150 കൂടുതലായി. അങ്ങനെ എണ്ണം വെച്ചിട്ടൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും എണ്ണ അല്ലെങ്കിൽ എത്ര സമയം പോകുന്നുള്ളത് വെച്ചിട്ടല്ല ചെയ്യാറ്, പറ്റണ സമയം ചെയ്യണം. ഒരു വണ്ടിക്ക് 500 രൂപ എണ്ണയാണ് അല്ലേ കൊടുത്തത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴും നമ്മൾ ജീവകാരുണ്യത്തിന്റെ കുറേ അധ്യായങ്ങൾ, ഇനി ഒരു വലിയൊരു അധ്യായം കിടക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാരെ നമ്മൾ പ്രത്യേകിച്ചും വാർദ്ധക്യം ബാധിച്ച ഒരുപാട് പേർക്ക് സുരേഷ് ഏട്ടൻ ഒരു പെൻഷൻ രൂപത്തിൽ അവരെ സ്വന്തം മക്കൾ വരെ ഓർക്കാത്ത, സംരക്ഷിക്കാത്തൊരു കാലഘട്ടത്തിലാണ് അവരിലേക്ക് നമ്മൾ ഒരു പെൻഷൻ പോലെ സഹായം എത്തിച്ചു കൊടുക്കുന്നത്. എന്താണ് അതിനൊരു പ്രേരിപ്പിച്ച ഒരു മനസ്ഥിതി എന്താണ്? ശരിക്കും ഞങ്ങളുടെ ഒരു നാട്ടും പ്രദേശത്തുള്ള ഒരു ചായക്കടയായിരുന്നു. ഇവിടെ കുറച്ച് തോട്ടം തൊഴിലാളികൾ കൊട്ട നെയ്ത്. നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മയുടെ പേര് തങ്ക, തങ്കപ്പച്ചിയുടെ ചായക്കട അങ്ങനെ പറഞ്ഞാലേ അറിയാം. അപ്പോ അവിടുന്നാണ് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തൊക്കെ ചായക്കട ഉണ്ടായിട്ട് പോലും എൻ്റെ അച്ഛനമ്മേനെ അവിടെ വന്നിട്ട് ചായ കുടിച്ച് കാശ് കൊടുത്ത് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വയസ്സാവുകയും അവരുടെ മക്കൾ വലിയ രീതിയിൽ രക്ഷപ്പെടാത്ത രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരനെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു 1000 രൂപ മാസം പെൻഷൻ. അത് കഴിഞ്ഞാൽ 1000 കൊടുക്കണവരുണ്ട്, അതിൽ കുറവ് കൊടുക്കണവരുണ്ട്. അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മളത് കൊടുക്കാൻ ശ്രമിക്കാറ്. ഒരുപാട് വർഷങ്ങളായി, അതിപ്പോ 16 വർഷമായി തുടർച്ചയായിട്ട്. 21 വർഷമായി. അപ്പൊ കോവിഡ് സമയത്തിന് മുന്നേ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ആഴ്ചയിൽ അവരൊരു ബുക്ക് കൊണ്ടുവരും, നമ്മളത് പതിച്ചു കൊടുക്കും. ആഴ്ചയിലാണ് 250 രൂപ വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഈ എല്ലാ ആഴ്ചയിലും മരുന്നായാലും അത്യാവശ്യ കാര്യങ്ങൾ കഴിയും. അടുത്ത ആഴ്ച അത് കഴിയാറാകുമ്പോഴേക്കും അവർ വീണ്ടും വരും. കോവിഡ് സമയമായ കാരണം ഇത് വരാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടായ കാരണം ഇപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി അവർക്ക് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും.
നമ്മൾ പ്രധാനപ്പെട്ട നേരത്തെ പരാമർശിച്ചെങ്കിലും ഒരു നമ്മുടെ തപോവനം ആശ്രമത്തിലെ സ്വാമി പുരുഷോത്തമാനന്ദ, അദ്ദേഹത്തെ ഓർക്കാതെ എനിക്കറിയാം സുരേഷ് ചേട്ടൻ ഈ സംഭാഷണം പൂർത്തിയാക്കില്ല, അതിൽ പല വട്ടങ്ങളിലും പറയേണ്ടി വരും. അദ്ദേഹമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു മഹാപുരുഷൻ. എന്താണ് സ്വാമിയെക്കുറിച്ച് സുരേഷ് ചേട്ടനെ ഈ ഓർക്കാനും അനുസ്മരിക്കാനുള്ളത്? സ്വാമിജിയെ കുറിച്ച് പറയുന്നേക്കാൾ മുന്നേ പാർലിക്കാട് കൃഷ്ണന്റെ അമ്പലത്തിനെ കുറിച്ച് പറയണം. എന്നും അവിടെ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ ഭഗവാനെ ഇങ്ങനെ ഒരു പാഴ്ജന്മം എനിക്ക് തന്നത്? ആരുടെ അടുത്തായാലും ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും ആർക്കും നമ്മളതിനെ വേണ്ട. എവിടെ ചെന്നാലും ആദ്യം എന്തൊരു കാര്യത്തിൽ പോയാലും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവഗണനയും അവജ്ഞയും മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെയുള്ള ഒരു കൃഷ്ണയ്യരാണ് സ്വാമിജീനെ പരിചയപ്പെടുത്തുന്നത്. സ്വാമിജിയുടെ ആ വാക്കുകളാണ് ഇന്നിപ്പോ ക്യാമറയുടെ മുന്നിലിരിക്കുന്നത്. കാരണം എന്തൊരു കാര്യത്തിനും തനിക്ക് കഴിവോ സാമർത്ഥ്യക്കുറവുള്ള ആളൊന്നല്ല താൻ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വാമിജിയുടെ കയ്യിൽ നിന്നുള്ള ക്ലാസ്സുകൾ പഠിച്ചു. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിജിയുടെ ഒരു റൂമുണ്ട്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം, നല്ലൊരു മനുഷ്യനായി മാറണം, എങ്ങനെ സത്യസന്ധമായിട്ട് എങ്ങനെ ജീവിക്കാം, എന്ത് പ്രതിസന്ധി വന്നാൽ പോലും നമ്മുടെ വാക്കോ ആദർശോ നമ്മുടെ സ്വഭാവം മാറാണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാം, ഇതൊക്കെ സ്വാമിജി പഠിപ്പിച്ചപ്പോൾ നമുക്ക് നമ്മൾ വേറൊരാളായി മാറുകയാണ്. കാരണം മനസ്സിനെ ബുദ്ധി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. മനസ്സ് എപ്പോഴും ഇഷ്ടങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ മാത്രം പായും. നമ്മളൊരു കാര്യം ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അത് തുടർന്ന് പോകാൻ ശ്രമിക്കുക അയച്ചു കഴിഞ്ഞാൽ മനുഷ്യരായവർക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ പല കാര്യങ്ങളും സ്വാമിജിയുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. നുണ പറയരുത്. ഞാൻ ആദ്യ കാലത്ത് ലോറി സ്വാമിജി പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എന്തെങ്കിലും നുണ പറയാനുള്ള ഒരു കാര്യം വരുമ്പോൾ തന്നെ സ്വാമിജി പറയും, നുണ പറഞ്ഞ് ചീത്തയാക്കാണ്ടിരിക്കണേക്കാൾ നല്ലത് നേരി പറഞ്ഞ് ചീത്തയാക്കണം. ആദ്യത്തെ ക്ലാസ് അതാണ്. അത് ഈ അവിടുന്ന് അങ്ങനെ തൊട്ട് ഇതുവരെയും ഞാൻ അങ്ങനെ ശ്രമിക്കാറുള്ളൂ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പല ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. കാരണം അഭിനയില്ല, റിയൽ ആയിട്ടുള്ളതാ. അയച്ചു കഴിഞ്ഞാൽ എൻ്റെ അത്ര അടുത്തുള്ള ആൾക്കാരായാൽ പോലും എനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാനത് പറയും. അതങ്ങനെ ശീലമാണ്. അത് അവരിൽ നിന്നിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം വിഷമമുള്ള കാര്യം ഉണ്ടായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കാൻ പറ്റാത്ത ബന്ധങ്ങളും സ്വാധീനമുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ആദർശത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ അവരെ പോലെയുള്ള ഒരാളെ എതിർക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിൽ ഒരു വളാക്കി ഇട്ടിട്ട് മുന്നോട്ട് പോണ ആളാണ്. കാരണം അവരെന്നെ ഇതാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നമ്മൾ തല കുനിക്ക് ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ എന്താ പറയുക, അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വിധേയത്വം കാട്ടി നിൽക്കുന്ന സ്വഭാവമില്ലാണ് ചുരുക്കം പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് സുരേഷേട്ടൻ്റെ ആ ഒരു പഴയ കാലം നമുക്ക് മുന്നേറാൻ ഒട്ടും സഹായമല്ലായിരുന്നു അല്ലേ? അമ്മയുടെ ഒരു ചായക്കടയിൽ നിന്ന് അനുഭവിച്ചതൊക്കെ നമുക്ക് നേരിടേണ്ടി വന്ന ജീവിതം, ബാല്യം എന്ന് പറയുന്നത് വളരെ ദുഃഖങ്ങളുടെ ഒരു കാലയളവായിരുന്നു. പക്ഷേ എങ്കിലും ഇന്ന് ഡോക്ടർ ഐശ്വര്യ സുരേഷ് പാർലിക്കാട് എന്നാണ് നമ്മുടെ പേരിനൊപ്പം ചേർക്കാൻ ദൈവം കാലം നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം നൽകി. ജീവകാരുണ്യ രംഗത്ത് നന്മകളെ മുൻനിർത്തി നമുക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? നമുക്ക് ശരിക്കും എനിക്ക് ഈ അംഗീകാരോ അല്ലെങ്കിൽ ടി വി ഇൻ്റർവ്യൂവിനോടോ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ചുക്കിനും പറ്റില്ല ചുണ്ണാമ്പനും പറ്റാത്ത ഒരാളെ സമൂഹത്തിൽ ഇങ്ങനെ ഒരാളാക്കി മാറ്റാന്നുള്ള ആ സ്വാമിജിയുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഈ സ്വാമിജിനെ കുറിച്ച് എല്ലാവരും ഓർക്കും, ഇവൻ ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ആളാണ്, ഇവനെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ആവാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഒക്കെ കഴിവും വിദ്യാഭ്യാസം എല്ലാത്തിലും ജനിക്കുന്ന ആൾക്കാരാണ്. അവരവരുടെ കഴിവോ മറ്റുള്ള എടുക്കില്ല. അപ്പോൾ എല്ലാവരും ശ്രമിക്കും. അതോടുകൂടി നമ്മുടെ നാടിനൊരു തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നതും സംസാരിക്കുന്നത്. സ്വാമിജിക്ക് വേണ്ടിയിട്ട് ചുരുക്കി പറയുന്നത്. ഈ സ്വാമിജിയുടെ തന്നെ ഒരു അനുഗ്രഹമാണോ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു അറിയപ്പെടുമ്പോൾ? ഞാൻ തന്നെ നമുക്ക് തന്നെ ഡോക്ടർ ഐശ്വര്യ സുരേഷ് പാർലിക്കാട് ആ ഒരു എന്താണ് എത്ര സന്തോഷം അഭിമാനം തോന്നാറുണ്ട്. കാരണം നമുക്ക് വിദ്യ കൊണ്ട് നേടാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ നേടി നന്മകളിലൂടെ ചെയ്തു. അതിന് കിട്ടിയ അതും അമേരിക്കൻ USA ചെന്നൈ അല്ലേ, തമിഴ്നാട് യൂണിവേഴ്സിറ്റി ചെന്നൈ USA
ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓണററി അംഗീകാര ബഹുമതിയാണ് നമുക്ക് കിട്ടിയത്. സ്വാമിജിയുടെ ഒരാളായി മാറിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വെക്കുന്ന ഓരോ കാൽവെപ്പും വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടി കഴിഞ്ഞാൽ അത് ആ സ്വാമിജിക്കും ആശ്രമത്തിനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വാമിജി പഠിപ്പിച്ച കാര്യങ്ങളിൽ ഊന്നിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റിൽ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം മനസ്സിന്റെ ബുദ്ധി ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാചകമുണ്ടല്ലോ, സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ ഓരോ അവസരം വരുമ്പോഴും നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ സ്വാമിജി പറഞ്ഞ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ സ്വാമിജി പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് ഓർമ്മ വരും. സ്വാമിയുടെ വാക്കുകളും ഉപദേശങ്ങളും ആ ഒരു ഓർമ്മകളാണ് നമ്മെ ഇന്ന് നയിക്കുന്നത്. ഏറ്റവും വലിയൊരു ആത്മീയ ശക്തിയായിട്ട് പുരുഷോത്തമാനന്ദ സ്വാമി, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക്, ആത്മീയ സ്മരണകൾക്ക് നമുക്ക് ഒരു പ്രാർത്ഥന നേരാം. ഒപ്പം തന്നെ സുരേഷ് ചേട്ടൻ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബന്ധങ്ങൾ, അടുത്ത ദിവസമാണ് ഇളയരാജ ചെന്നൈയിലെത്തി സംഗീത സംവിധായകൻ ഇളയരാജയെ കാണാൻ അവസരമുണ്ടായി. ഇതൊക്കെ ഒരു ദൈവ നിയോഗമായിട്ട് കരുതുന്നുണ്ടോ? കാരണം നമുക്കിപ്പോൾ നമ്മുടെ പരിമിതികളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റെവിടേക്കോ നമ്മുടെ ജീവിതം നമ്മളെ നയിക്കുന്നു. എന്ത് തോന്നുന്നു ഇത്തരം അവിടെയൊക്കെ നമുക്ക് ഇത്തരം വ്യക്തികളുടെ മുമ്പിൽ ചെല്ലാനും നമ്മളെ പരിചയപ്പെടുത്താനും ഇടം കിട്ടുമ്പോൾ? നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു ഭാഗ്യമുള്ള ആളായിട്ടാണ് ഞാൻ സ്വാമിജിയുടെ അടുത്ത് എത്തിയതിന് ശേഷം. അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ വ്യക്തികളെ കാണാനും അവരായിട്ട് എത്ര വലിയ സ്വാമിജി എൻ്റെ അടുത്ത് അവിടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, താൻ എത്ര വലിയ വ്യക്തികളായാലും എത്ര ചെറിയ ആൾക്കാരായാലും തനിക്ക് അവരായിട്ട് പറഞ്ഞ് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം നമ്മളിത് ഈ സംസാരം കണ്ടമ്പള്ളി തറവാടിൻ്റെ നമ്മുടെ സ്വവസതിയിൽ ഇരുന്നുകൊണ്ടാണ്. ഈ നമ്മുടെ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ അമ്മ എന്ന് പറയുന്ന തങ്കമ്മ, സ്വന്തം അമ്മ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയ പത്നി ബീന ചേച്ചി, നമ്മുടെ മക്കള്, അവരുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കണം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണതൊക്കെ എൻ്റെ അമ്മയ്ക്കുള്ള ഒരു സന്തോഷത്തിനും കൂടിയിട്ടാണ്. കാരണം അമ്മയ്ക്ക് ഒരുപാട് ചെറുപ്പകാലഘട്ടത്തിൽ അസുഖം വരുമ്പോൾ നമുക്ക് ചികിത്സിക്കാൻ കാശില്ലാണ്ടും അടുത്ത വീട്ടിൽ പോയിട്ട് കടം മേടിച്ചിട്ടും നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ അമ്മേനെ പറ്റി പറയുമ്പോൾ ഈ ചാരിറ്റി ഞാൻ ചെയ്യണത് ഈ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ മാത്രം ഞാൻ രണ്ടാമനായി മാറും. ഉദാഹരണത്തിന് ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഒരാള് വണ്ടി കാറ്റ് നിൽക്കുന്ന ആള് പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് ആള് ചെന്ന് സംസാരിക്കുമ്പോൾ ആൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 500 രൂപ എടുത്ത് കൊടുത്തു. അപ്പോൾ ആള് വെച്ച് ധാരാണ് 10 രൂപ കൊടുക്കണമെങ്കിൽ ഇവരെടുക്കുന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പം ഞാൻ അത് അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് കൊടുക്കണം തോന്നി, മരുന്ന് മേടിക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ കുട്ടി എവിടെയുള്ളതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഫ്രണ്ടിലാണല്ലോ നിങ്ങളുടെ ചായക്കടയിൽ ഉണ്ടായിരുന്നത്, ഞാൻ ആ വീട്ടിലുള്ള തങ്കേച്ചിര മോനാണ്. ബസ് സ്റ്റോപ്പ് കിട്ടിയിട്ടുണ്ട്, കണ്ടമ്പള്ളി വിശ്വംഭര സ്മാരക അല്ലേ? ഷൊർണൂർ തൃശ്ശൂർ റോഡിലൂടെ കടന്നു പോകുന്ന ഓരോ ബസ് യാത്രക്കാർക്കും അത് കാണാൻ ഇടയുണ്ടാവും. അപ്പോ ഈ വയസ്സായിട്ടുള്ള ആള് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, കാശ് കൊടുത്തു, തങ്കേച്ചിര മോനെ താൻ എന്തായാലും തൻ്റെ അമ്മയുടെ അത്ര വരില്ലാണ്. കാരണം എൻ്റെ അമ്മ അത്രയും നാട്ടുകാർക്ക് ആര് വിശന്ന് വന്നാലും കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ നിങ്ങൾക്ക് കുറച്ച് കുറവായാലും വന്ന ആൾക്കാരനെ തൃപ്തിപ്പെടുത്തിയിട്ട്, പ്രത്യേകിച്ച് അവിടെ പണിക്കാരാണ് ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പണിക്കാരാകുമ്പോൾ കൂടും, പക്ഷെ അവർക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുള്ളതിന്റെ ഒരു നിറവാവും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാണ്ട് വന്നു. പിന്നെ എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് അത്ര അധികം വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ഒരു 8:30 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എത്തും. കാരണം ഞാൻ വന്നാലേ എൻ്റെ അമ്മ ഉറങ്ങുള്ളൂ. പിന്നെ ഞാൻ എവിടെ പോയി ഇന്ന നമ്പർ അടിച്ച് വിളിക്കാൻ അതിനുള്ള അറിവോ മൊബൈലോ അത്യാധുനിക സൗകര്യങ്ങളൊന്നും അറിയാത്ത ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എന്തൊക്കെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. പിന്നെ എൻ്റെ എടുത്തിട്ടുള്ള എന്ത് തീരുമാനമാണെങ്കിൽ പോലും മാറ്റണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ആകെ ഒരു കാര്യം എൻ്റെ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ
കുട്ടികളാവണ സമയത്ത് നല്ല ബുക്ക് വേണം, നല്ല ഡ്രസ്സ് വേണം, അങ്ങനെയൊക്കെ ചോദിക്കലോ. കുട്ടികൾക്ക് പല ആവശ്യമല്ലേ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു കാര്യം നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളൂ, അത് എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു തരാനും പറ്റിയിട്ടില്ല, ഇനി അത് ജീവിതത്തിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാണ്ട് പോയ കാര്യങ്ങൾ പലതും മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ഞാൻ പരിശ്രമിക്കാറുണ്ട്. ചേച്ചിയെ കുറിച്ചും അല്ലേ? ഭാര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്ക് ഭാര്യ വീട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയണം. 4 പെണ്ണുങ്ങളാണ്. രണ്ടാമത്തെ ആളായിട്ടാണ് എൻ്റെ ഭാര്യനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന അവസരത്തിൽ ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്ന ആളാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പണി പോയി. ഇടാൻ ഭാര്യയ്ക്ക് ഒരു ചെരുപ്പ് വരെ മേടിച്ചു കൊടുക്കാൻ പാകില്ലാത്ത ഒരാളായിരുന്നു. അത് കഴിഞ്ഞാൽ ചെരുപ്പ് മാത്രമല്ല, അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭാര്യമാർക്ക് ഒരുപാട് ആവശ്യമുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ടൂർ പോകാൻ അങ്ങനെയൊന്നും പറ്റാണ്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ അത് ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവന്നത് ബീന വന്നതിന് ശേഷം മോള് ഐശ്വര്യം ഉണ്ടായി. ഐശ്വര്യം ഉണ്ടായതിനു ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരാൻ സ്ഥാപനത്തിന്റെ പേര് തന്നെ അല്ലേ ഐശ്വര്യയുടെ പേരിലാണ്. അതുപോലെ നമുക്ക് ബിസിനസ് രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ഐശ്വര്യ എന്നുള്ള പേര് തന്നെയാണ് ബിൽഡേഴ്സോ? ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ സപ്ലൈ ബിൽഡറുമാണ്. ഇതിൽ നിന്ന് വരുമാനമാണ്, ആദായമാണ് നമ്മുടെ ഇപ്പുറത്തോട് നന്മയ്ക്ക് പങ്കുവെക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ പറ്റിച്ചുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആളാവാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക, ഇത് രണ്ടുമില്ല. കാരണം ഓരോരുത്തരും അധ്വാനിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയും സാമർത്ഥ്യം കൊണ്ട് മറ്റു വഴികളിലൂടെ അവരുടെ പൈസ ഇന്ത്യ ആക്കിയിട്ട് അത് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ചാരിറ്റി എന്ന് പറയുന്നത് നമ്മള് അധ്വാനിക്കുന്ന കാശിൽ നിന്ന് എടുത്ത് ബുദ്ധിമുട്ടുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഒരു പ്രതിഫലം ഇച്ഛിക്കാണ്ട് കൊടുക്കണം. അതാണ് ചാരിറ്റി. അല്ലെങ്കിൽ പിന്നെ ചാരിറ്റി എന്ന് പറയുന്നതിന്റെ വാക്കിന് അർത്ഥമില്ലാണ്ടായി പോകില്ല. തീർച്ചയായിട്ടും ജീവകാരുണ്യത്തിന്റെ ഏറ്റവും സത്യസന്ധമായ മാർഗത്തിലൂടെയാണ് സുരേഷേട്ടൻ പോകുന്നത്. അത് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാര് സ്വാമി പുരുഷോത്തമാനത്തെ പോലുള്ള ആത്മീയ വ്യക്തിത്വങ്ങളൊക്കെ നമ്മളെ വലിയൊരു പാഠപുസ്തകമായിട്ട് ആ അധ്യായങ്ങൾ നോക്കി പഠിച്ചിട്ടാണ് സുരേഷേട്ടൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എനിക്കറിയാം. ഒപ്പം തന്നെ ഒരുപാട് ക്ഷേത്ര കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഒരു ഡസനിലേറെ ക്ഷേത്രങ്ങളിലൊക്കെ സുരേഷേട്ടൻ്റെ പേര് കാണാം. രക്ഷാധികാര സ്ഥാനത്തും അതിൻ്റെ ഒരു വലിയ ഉന്നതാധികാര സമിതിയിലൊക്കെ. എന്താണ് അതിൻ്റെ ഓരോ ക്ഷേത്രങ്ങളുടെയും ഭാഗമായിട്ട് നിൽക്കുന്നു ഉത്സവങ്ങളുടെ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി, ക്ഷേത്രം, വയസ്സായുള്ള ആൾക്കാരനെ സഹായിക്കുക, ആശ്രമത്തിൽ പോവുക, വൃദ്ധസദനങ്ങളിൽ പോവുക, ഇതില്ലേ ബാലസദനം. അപ്പോ അങ്ങനെയൊക്കെ പോവാണ് എനിക്കിഷ്ടം. അപ്പോ പല ആൾക്കാർക്കും ആഗ്രഹിച്ചിട്ട് പോലും ഒരു ക്ഷേത്രത്തിന്റെ പൂരത്തിന്റെ രക്ഷാധികാരി ആവാനൊന്നും പറ്റില്ല. പക്ഷെ അവരൊക്കെ ആ നല്ല മനസ്സോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണ കാര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വാമിജിയോടുള്ള താല്പര്യം കൊണ്ട് സ്വാമിജി പറയണ മാതിരി ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കൊക്കെയാണ് പിന്നെ ക്ഷേത്രങ്ങളിലത് കാണുന്നത്. പൂത്രാളിക്കാവ് പൂരത്തിന്റെ എങ്കക്കാട് ദേശത്തിന്റെ രക്ഷാധികാരിയായിട്ട് 10 കൊല്ലായി. പിന്നെ അതുപോലെ തന്നെ സത്രം നടക്കണ അമ്പലം മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര ദേശം, മുള്ളൂർക്കര തിരാണിക്കാവ്, കുറൂരമ്മ ക്ഷേത്രം ട്രസ്റ്റ്, അതേപോലെ തന്നെ വാടാനി അയ്യപ്പൻകാവ്, അങ്ങനെ തുടങ്ങിയ വർഷങ്ങളായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ആയിട്ട് പിന്നെ അവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടുത്തെ ദേശത്തിന്റെ ആൾക്കാരാണ് സാധാരണ വെക്കുക. ഇത് ഞാനൊരു ദേശത്തിന്റെ ആളല്ലാണ്ട് പോലും അവര് വന്നിട്ട് പിന്നെ ഈ സ്ഥാനത്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട്. അത് തുടർന്നും ഇനി പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ഈശ്വരന്മാരും അങ്ങനെ ഉണ്ടാവട്ടെ. ഒപ്പം തന്നെ നമുക്ക് മക്കള് ഐശ്വര്യ ഉൾപ്പെടെ 2 മക്കള് മരുമക്കള് അവരുടെയും ഒന്ന് പേരക്കുട്ടികളുണ്ട്. മൂത്ത മോളുടെ പേര് ഐശ്വര്യ. ഐശ്വര്യയുടെ ഭർത്താവിന്റെ പേര് അഭിന് ISROയിലാണ് ജോലി. രണ്ടാമത്തെ ആള് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ മോളുടെ പേര് ആദിത്യ. മോളുടെ പേര് ഐശ്വര്യയുടെ മോളുടെ പേര് തീർത്ഥലക്ഷ്മി. പേരക്കുട്ടി. പിന്നെ എന്താണ് ഇനി ബാക്കി വെക്കുക? അപ്പോൾ ഒരുപാട് ഒരു കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം അടുപ്പിച്ചു തരുന്ന ഒരു സമ്പന്നതയുടെ നന്മയുടെ അല്ലെങ്കിൽ നല്ല കാലത്ത് ആണ് ജീവിക്കുന്നത്. 2 കാലഘട്ടങ്ങളെയാണ് സുരേഷേട്ടൻ ജീവിതത്തിൽ ഒരുപക്ഷെ ഇല്ലായ്മയുടെ അങ്ങേയറ്റത്ത് ജീവിക്കുകയും ഇന്ന് നമുക്ക് ഒരുപക്ഷെ ഉള്ളതിൻ്റെയൊക്കെ ഒരു സൗഭാഗ്യത്തിന്റെ ഒരു വേറെ തലത്തിൽ നിന്ന് ജീവിതം ആസ്വദിക്കുന്നു. ഈ 2 കാര്യങ്ങളെ എങ്ങനെയാണ്
ഫേസ് ചെയ്ത്? ഞാൻ ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയണ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളും പറയാത്ത കാര്യമാവും. എന്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആശ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തിലെ എല്ലാ ആശയും പൂർത്തീകരിച്ച് ഉള്ള ഒരാളാണ്. കാരണം എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് മനുഷ്യന്മാരായിട്ടുള്ള ആഗ്രഹം. എന്റെ ആഗ്രഹം എന്താണോ അവസാനത്തെ അത് ആഗ്രഹിച്ചതിന് അത് നടപ്പിലായതിനു ശേഷം ഞാൻ പിന്നെ ഒന്നും ആഗ്രഹിക്കാറില്ല. എന്തൊരു കാര്യം നടന്ന ഒരു സന്തോഷം, നടന്നില്ലെങ്കിൽ ദുഃഖം, ഇത് രണ്ടും ഇല്ലാത്ത മനസ്സിലാണ് ഇപ്പോഴത്തെ എന്റെ ജീവിതം പോണത്. അതെ അതെ. ഒരു മഴ പെയ്താൽ നനയുന്ന ഒരു വീട്, ഒരു കുടില് അല്ലെ, പഴയൊരു വീട്, ആ ചിത്രം മനസ്സിലുണ്ടോ ഇപ്പൊ മഴ കാണുമ്പോ? ഈ വലിയ വീടിന്റെ ഒരുപക്ഷെ ബംഗ്ലാവിന് തുല്യമായ ഒരു വീടിനെ സൗഭാഗ്യത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ ഇവിടെയൊക്കെ ഇരിക്കുന്നിട്ട് ഒരു മഴ കാണുമ്പോ ആ ഒരു ബാല്യത്തിൽ ഓർക്കാറുണ്ടോ? ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാന് എന്നും പോയി 34 കൊല്ലം തുടർച്ചയായിട്ട് എന്റെ നക്ഷത്ര രോഹിണിയാണ്. ആ നാളില് ഞാന് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ചന്ദനം ചേർത്തുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത് ഓരോ നാണയത്തുട്ടുകളും മടക്കം വരണ, ശരിക്ക് അതും ടാക്സി എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, വേറെ ആളുടെ. അപ്പൊ മടക്കം വരണ കാശിൽ നിന്ന് ചായ കുടിക്കാണ്ടും മറ്റും മാറ്റി വെച്ചിട്ടുള്ള കാശ് എടുത്തിട്ടാണ് അമ്പലത്തില് ചന്ദനം ചേർത്തിന് കൊടുക്കാറുള്ളത്. അപ്പോ അന്ന് ഞാൻ പോയി പ്രാർത്ഥിക്കാറുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിലെ എല്ലാ ആഗ്രഹം സാധിച്ച അതിലെ 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ ഭഗവാന്റെ അടുത്ത് ആകെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചേർന്ന ഒരു കാര്യം, ചോരാത്തൊരു വീട്, കടക്കാര് ശല്യം ചെയ്യാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു രാത്രി. ഇതിൽ കൂടുതലൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോ ഈ ചോരാത്ത വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എത്ര വീട് കെട്ടിയാലും, എനിക്കിപ്പോ കുറെ വീടുകളുണ്ട്, എത്ര വീട് കെട്ടിയാലും ആ വീടും ഈ വീടും ചോരുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുടർന്ന് ഇനിയും കെട്ടാനുള്ള എന്റെ ഒരു ഇതാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ എങ്ങനെ ചോർച്ചടച്ചാലും അത് നിൽക്കണില്ല. അതെ, ദൈവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ദൈവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോ സുരേഷിന്റെ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത തരത്തിലുള്ള നന്മകളുടെ അധ്യായങ്ങളുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന അംഗൻവാടികൾ, കുടിവെള്ള പദ്ധതി, ഇതെല്ലാം വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റേ അകമ്പാടം LP സ്കൂളിലാണ് ആദ്യം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ സ്വാമിജി മേടിച്ച് തന്ന വണ്ടിയിലെ ഡ്രൈവർ രവിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ വല്ല ഫാന അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയ വശം കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാണ്ട്, എനിക്ക് മുന്നേ വന്നിട്ടുള്ള ലോട്ടറിക്കാർ അതൊക്കെ ചെയ്തു പോയി, ഫാനും ഇതൊക്കെ ലൈറ്റൊക്കെ ഇട്ടത്. അപ്പൊ എനിക്ക് അവിടെ ഒരു റോഡും ഇല്ല. അപ്പൊ കുട്ടികള് ഞാൻ ഉൾപ്പെടെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനുള്ള ഒരു വെള്ളത്തിന് സൗകര്യമല്ലേ. അത് ഗ്രാമസഭയുടെ വെള്ളം വരികയാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് കൈ കഴുകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോണതല്ല, അപ്പോഴത്തെ അവസരത്തിനൊത്ത് ചെയ്യണതാണ്. അപ്പൊ അവിടെ ഞാൻ ടീച്ചർമാരുടെ അടുത്ത് വന്നു, ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി കാര്യങ്ങൾ ചെയ്തുതരാം. അത് ബിഷപ്പൊക്കെ വന്നിട്ടാണ്, CHI സഭയുടെ ബിഷപ്പായിട്ട് വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ബിഷപ്പുമായിട്ടും നല്ലൊരു ബന്ധത്തിലേക്കാൻ വന്നത്. പിന്നെ ചെയ്തത് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലാണ്. അത് ഇപ്പോഴത്തെ CPM ഇപ്പോഴത്തെ ചെയർമാൻ സുരേന്ദ്രന്റെ കുട്ടി അവിടെ പഠിച്ചിരുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ കുറവുകൊണ്ട് കുട്ടികൾക്ക് ഇൻഫെക്ഷനും മറ്റും വരുന്നുണ്ട്, വെള്ളത്തിനൊരു സൗകര്യം ചെയ്തു തരണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ ഒരു ബോർവെൽ അടിച്ച് അതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും വ്യക്തികളെ ഈ ഒരു സംസാരത്തിൽ ഓർത്ത് പറയാനുണ്ടോ, എടുത്തു പറയാനുണ്ടോ ജീവിതത്തിൽ? സ്വാമി നമുക്ക് അത് നമ്മൾ തീർച്ചയായും പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രം പറഞ്ഞാൽ തീരില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോ നമ്മുടെ പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നിട്ടുള്ള അരുവേട്ടൻ, അതുപോലെ തന്നെ ശോഭ സിറ്റിയുടെ ആൾക്കാര്, പിന്നെ PNC മേനോന്റെ അവിടുത്തെ ഉള്ള സ്റ്റാഫും മറ്റുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാര്. കാരണം എന്റെ നിസ്സാരാവസ്ഥ കണ്ടിട്ട് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സാറേ എന്നെ പിടിക്കുമ്പോൾ ഞാൻ സാറേ ഒഴിവാവാൻ പറയും, സാറേ ഇന്നെ ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫൈനും കാര്യങ്ങളൊന്നും അടയ്ക്കാൻ പറ്റില്ല. ഇന്നത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിട്ടുള്ള
അജിത് കുമാർ സാറിന്റെ അടുത്ത് ഞാൻ 10 കൊല്ലം മുന്നേ ശോഭ സിറ്റിയിലേക്ക് ലോഡ് അടിക്കുമ്പോൾ പിടിച്ചു കഴിഞ്ഞ് ഇപ്പോ 2000 രൂപ ഫൈൻ അടയ്ക്കാല്ലേ. അപ്പൊ ആളെന്നെ വന്ന് പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു സാറേ എന്റെ ഒരു വഴിയില്ല, അപ്പോ മാർക്ക് എല്ലാവരും ഇതൊക്കെ തന്നെ പറയാന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തി. ഞാൻ അപ്പോ സാറിന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, സാറേ ഇന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോയേ ഞാൻ പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ചെയ്യും സാർ, അതിന് എനിക്കൊരു അവസരം തന്നെ. ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ആരും എന്റെ അടുത്ത് ആവശ്യപ്പെട്ടില്ല, താൻ പൊക്കോ 2000 രൂപ ഞാൻ അടയ്ക്കാന്ന്. ഇപ്പൊ എന്റെ പല പരിപാടികളിലും അദ്ദേഹം വരാറുണ്ട്. അപ്പോ ആളിപ്പോ റിട്ടയർഡായി, എന്നാലും അങ്ങനെയുള്ള ഓരോ ആൾക്കാരും ചിലപ്പോ ചില കാര്യങ്ങളിൽ ചെറിയൊരു സഹായമാവും നമ്മുടെ വലിയൊരു വിജയത്തിന്റെ നേട്ടത്തിലേക്ക് മാറും. പക്ഷെ അന്നാള് ഇങ്ങനെയൊക്കെ പിടിച്ച് ഫൈനടപ്പിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല. ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. കാരണം എനിക്ക് ഒരുപാട് ഉയരത്തിലെത്താൻ വേണ്ടിയിട്ടല്ല, ഇന്നെ ആശ്രയിക്കണ അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. എനിക്ക് ബിസിനസ് ചെയ്താലേ കാശുണ്ടാവുള്ളൂ, പിന്നെ എന്റെ ബിസിനസ് അല്ലാത്ത രീതിയിൽ വളഞ്ഞ വഴി കൂടെ ഞാൻ കാശുണ്ടാക്കില്ല. അപ്പൊ ആയതുകൊണ്ട് ഈ കാശിന് എന്നെ സമീപിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഇനിയും ദൈവത്തിന്റെ സഹായം നല്ലവരായിട്ടുള്ള നാട്ടുകാരും മറ്റെല്ലാവരും എന്നെ സപ്പോർട്ട് ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നെ പോലെയുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുമ്പോ ഇന്നല്ല ബുദ്ധിമുട്ടിക്കണ്ടേ, അത് ഓരോരുത്തരും ഓർക്കണം. അത് കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇനി എന്റെ ബാക്കിയുള്ള ഒരു ലൈഫ്. അപ്പൊ അതിന് എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ ജീവകാരുണ്യ രംഗത്ത് ഇനിയും കാരുണ്യം ചൊരിഞ്ഞ് സുരേഷ് ഏട്ടന്റെ നന്മകൾ തുടരട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനയും.